നമസ്കാരം. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി രാമനാമം ജപിക്കുമ്പോൾ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന വരികളാണ് നാരായം എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രചേച്ചി പാടിയ ശ്രീരാമനാമം ജപസാരസാഗരം എന്ന് തുടങ്ങുന്ന പാട്ട്. അത്രമേൽ ജനമനസ്സുകളിൽ ഇടം പിടിച്ച ഗാനമാണത്. ചിത്ര എന്ന ആ സ്വര മാധുര്യത്തിന്റെ ഉടമ ഇപ്പോഴിതാ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്ന് കേരളത്തിന്റെ വാനമ്പാടിയായ KS ചിത്ര പറയുന്നു. ഒരു തമിഴ് മാധ്യമമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചിത്രയുടെ വീഡിയോ പങ്കുവച്ചത്. എല്ലാവർക്കും എന്റെ നമസ്കാരം. അയോധ്യയിൽ ജനുവരി 22-ന് പ്രതിഷ്ഠാ ദിനം നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:20-ന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ വൈകുന്നേരം 5 തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇങ്ങനെയായിരുന്നു KS ചിത്ര തന്റെ വീഡിയോയിൽ പറഞ്ഞത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ദിവസങ്ങൾക്ക് മുൻപ് ചിത്ര ഏറ്റുവാങ്ങുകയുണ്ടായി. നടൻ മോഹൻലാൽ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷയും രാജ്യസഭാ MP-യുമായ PT ഉഷ അടക്കമുള്ളവർക്കും നേരത്തെ അക്ഷതം ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ ചിത്രയുടെ ഈ പ്രവൃത്തിക്ക് പിന്നാലെ അതിക്രൂരമായ സൈബർ ആക്രമണമാണ് ഗായികയ്ക്ക് നേരെ സൈബർ സഖാക്കൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. അശ്ലീല ചുവയോടെ പോലും ഗായികയ്ക്കെതിരെ സൈബർ അധിക്ഷേപങ്ങളും ഉയർത്തുകയാണിവർ. കേട്ടാൽ അറയ്ക്കുന്ന അധിക്ഷേപ പരാമർശങ്ങളാണ് ചിത്രാമ്മയ്ക്ക് നേരെ ഇവർ ഉയർത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ അഞ്ജു പാർവതി പ്രവീഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്നലെ വരെ കേരളീയ സമൂഹത്തിൽ ഏറ്റവും അഭിമതയായ ഒരു ഗായിക ഇന്ന് രാവിരുട്ടി വെളുത്തപ്പോഴേക്കും അനഭിമതയും നന്ദികേടിന്റെ പര്യായവുമായി മാറിയിരിക്കുന്നു. എത്ര വേഗത്തിലാണ് അവർ ഇടതുപക്ഷ ബുദ്ധിജീവിയിടങ്ങളിൽ ബുദ്ധിയും ബോധവുമില്ലാത്ത കേവലം ഒരു പ്യൂപ്പറ്റ് എന്ന നരേറ്റീവ് കൊണ്ട് ചിത്രീകരിക്കപ്പെട്ടത് എന്ന് നോക്കൂ. പ്രത്യയശാസ്ത്രത്തിന്റെ ചുവപ്പൻ കണ്ണടയിലൂടെ നോക്കിയപ്പോൾ, തത്വസംഹിതകളുടെ തുലാസിൽ വച്ച് അളന്നപ്പോൾ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെയായി. അവരുടെ വിശ്വാസം വെറും വിവരക്കേടായി. ഒട്ടും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, അല്ല സംശയമാണ്. ഇവിടെ കേരളത്തിൽ ആശയ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു കൂട്ടരുടെ മാത്രം പ്രിവിലേജ് ആണോ? നാരീശക്തി വേദിയിൽ പ്രധാനമന്ത്രിയെ കുറിച്ച് 2 നല്ല വാക്ക് പറഞ്ഞു പോയ കുറ്റത്തിന് നടി ശോഭന നേരിട്ട സൈബർ ബുള്ളിയിങ് കാണിച്ചു തരുന്നുണ്ട് ഇവിടത്തെ പ്രബുദ്ധത. ഇപ്പോഴിതാ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി രാമനാമ ജപം ചെയ്യണമെന്നൊരു വീഡിയോയിൽ പറഞ്ഞ ഗായിക ചിത്രാമ്മയ്ക്കെതിരെയായി പുതിയ വാളങ്ങൾ. യശശരീരരായ ശ്രീ മുരളിയും ONV കുറുപ്പ് സാറും ചെങ്കൊടിയെ പ്രതിനിധീകരിച്ച് ജനവിധി തേടിയപ്പോൾ, തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ഇതാണ് എന്നവർ ഉറക്കെ പറഞ്ഞപ്പോൾ, ഇവിടെ എതിർചേരിയിൽ എത്ര പേർ അവരെ താറടിച്ചു കാണിച്ചു? ആരുമില്ല. ക്രൂരനായ സ്റ്റാലിന്റെയും മാവോയുടെയും കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവരും ക്രൂരരാണ് എന്ന് നരേഷൻസ് ഉണ്ടായോ? ശരി, അന്ന് സോഷ്യൽ മീഡിയ കാലമല്ല എന്ന് വെക്കാം. സോഷ്യൽ മീഡിയ സജീവമായ ഈ സമയത്ത് ശ്രീ ഗണേഷ് കുമാറും മുകേഷും ഇന്നസെന്റും അതേ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജനവിധി തേടിയപ്പോഴും, അവർക്ക് വേണ്ടി താരരാജാക്കന്മാർ സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്നപ്പോഴും അതിന്റെ പേരിൽ ഇവിടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് എതിർചേരി നടത്തിയോ? ഇല്ല. അന്ന് അതെല്ലാം ഇടത് പ്രത്യയശാസ്ത്രത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് ജനാധിപത്യ പ്രക്രിയയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ വ്യക്തി സ്വാതന്ത്ര്യമായിട്ടാണ്. ഇടതുപക്ഷത്തിനൊപ്പം നടക്കുമ്പോൾ മാത്രം സെലിബ്രിറ്റീസ് ബുദ്ധിയും ബോധവും വെളിവുമുള്ളവർ. റിമ, പാർവതി, നിമിഷ മുതൽ ഗായത്രി വർഷയ്ക്ക് വരെ ഇവിടെ ഉറക്കെ ഉറക്കെ തങ്ങളുടെ രാഷ്ട്രീയം പറയാം. അതേ വ്യക്തി സ്വാതന്ത്ര്യ രാഷ്ട്രീയം പക്ഷേ സുരേഷ് ഗോപി മുതൽ അനുശ്രീ വരെ പറയാൻ പാടില്ല. പറഞ്ഞാൽ ഉടൻ വംശഹത്യാ സപ്പോർട്ടർ മുതൽ വർഗീയവാദി ചാപ്പേരി വരെ. നാഴികയ്ക്ക് 40 വട്ടം അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങളുടെ മതം എന്ന് വാവിട്ടലറുന്നവർക്ക് ചിത്രാമ്മയുടെ വീഡിയോ കണ്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരല്ലേ ഫാസിസം? ജനാധിപത്യ ഇന്ത്യയിൽ ഏതൊരാൾക്കും ഏതൊരു വിശ്വാസ പ്രമാണത്തിലും ആകൃഷ്ടനാകാനും അത് ഉറക്കെ ഉറക്കെ പറയാനും റൈറ്റ് ഉണ്ടെന്നിരിക്കെ, അവരുടെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിന് ഈ അസഹിഷ്ണുത മനുഷ്യരെ? അതിൽ ഭീഷണിയുടെ സ്വരമോ ചെയ്തേ തീരൂ എന്ന തിട്ടൂരവോ ഇറക്കിയോ? അങ്ങനെ ചെയ്തില്ല എങ്കിൽ നാളെ മുതൽ തൊഴിലുറപ്പ് ജോലിക്ക് വരേണ്ട എന്നോ ശമ്പളം കട്ട് ചെയ്യുമെന്നോ അവർ പറഞ്ഞോ? അഭിപ്രായ സ്വാതന്ത്ര്യം, ആശയ സ്വാതന്ത്ര്യം എന്നൊക്കെ ഉരുളയാക്കി ഉരുട്ടി 4 നേരം മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്നവരാണ് ഒരു സ്ത്രീയുടെ വീഡിയോ വരുന്ന വാർത്തകൾക്ക് കീഴെ പായ വിരിച്ചു കിടന്ന് അപഹസിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ സ്ത്രീപക്ഷവാദം?
സ്ത്രീ സുരക്ഷയ്ക്കായി ഇഷ്ടിക ചുട്ട് അത് ചുമന്ന് മതിൽ കെട്ടിയവരാണ് എന്നതാണ് ഏറ്റവും വലിയ കോമഡി. ഈ ഇട്ടാവട്ടം നാട്ടിൽ മാത്രം അറിയപ്പെടുന്ന റിമ കല്ലിങ്കൽ കൊച്ചിലേക്ക് ഇട്ടാത്ത മീൻ പൊരിച്ചതിന്റെ കൊതിക്കറിവ് പറഞ്ഞാൽ അത് നിലപാട്. ഇടത് മേലാളന്മാർക്കൊപ്പം PR വർക്കിന്റെ ഭാഗമായി മോക്ക് ഡ്രാമയായ രാത്രി സഞ്ചാരം നടത്തിയാൽ അത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. പാർവതിയും നിമിഷയും തങ്ങളുടെ രാഷ്ട്രീയ ചായ്വ് ഉറക്കെ പറഞ്ഞാൽ അത് നിലപാട്. എന്നാൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കലാകാരിയും നർത്തകിയുമായ ശോഭന പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടാൽ അത് ബുദ്ധിശൂന്യത. ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ഗായിക രാമജപം പാടി വിളക്ക് കത്തിക്കണേ എന്ന് അഭ്യർത്ഥിച്ചാൽ അത് ഭീകരമായ പാതകം. നമ്മളിട്ടാൽ അത് മുട്ടോളമുള്ള കാലുറയും മറ്റുള്ളവരിടുമ്പോൾ വള്ളി നിക്കറുമാകുന്ന ദാറ്റ് സെയിം ബർമുഡ തിയറി. അതിനിയെങ്കിലും മാറ്റി പിടിച്ചുകൂടെ മനുഷ്യരെ? ഇങ്ങനെ പണ്ടേക്കും പണ്ടേ പലർക്കും ഇതേപോലെ സംഖിച്ചാപ്പ കുത്തിയാണ് വിശ്വാസം ഉറക്കെ പറയുന്ന ഹിന്ദുക്കളെ മൊത്തം കാവിക്കാരാക്കി പരിഹസിച്ച് ഒടുക്കം ഇപ്പോൾ എന്തായി? BJP എന്ന പാർട്ടി 2-ൽ നിന്നും 312-ലെത്തി. 2 വട്ടം തുടർച്ചയായി ഇന്ത്യയുടെ ഭരണ സാരഥികളായി. ഇനിയും അതിനായി ഒരുങ്ങുന്നു. തിരിച്ചോ 85-ൽ നിന്ന് 5-ലേക്ക് നടുവൊടിഞ്ഞ് വീണുകൊണ്ട് പ്രാദേശിക പാർട്ടിയായി മാറി. അത്രയുള്ളൂ.